നമസ്കാരം, ഞാൻ ശാന്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, സാധാരണ ജ്യോതിഷ വിഷയങ്ങളെ അപേക്ഷിച്ച് ഇത് ജ്യോതിഷവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വിഷയമല്ല, എന്നാൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമാണ്. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഇന്ന് നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ജീവിത ശൈലീ രോഗങ്ങളുടെ ഭാഗമായിട്ട് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിപ്പം പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല, പ്രായം ഇത്ര വയസ്സിന് ശേഷം വരുമെന്നോ ഇത്ര വയസ്സിന് മുൻപ് വരുമെന്നോ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ആർക്കും എപ്പോഴും എവിടെ വെച്ചും ഉണ്ടാകാൻ ഇടയുള്ള ഒരു രോഗമായിട്ടാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്കിനെ നമ്മളിന്ന് കാണുന്നത്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം പൂർണ്ണമായിട്ട് ചലനശേഷി നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ ശരീരം മുഴുവൻ ചലനശേഷി നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന തരത്തിലാണ് ഈ രോഗത്തിൻ്റെ സ്വഭാവ രീതി കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രായത്തിലുള്ള മനുഷ്യരിന്ന് നമ്മൾ കേരളത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും ഈ രോഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയുന്ന ഒരു രീതി പൊതുവെ കണ്ടുവരുന്നുണ്ട്. ജ്യോതിഷപരമായിട്ട് നമ്മളിതിനെ സമീപിച്ചാൽ പക്ഷാഘാതം പോലെയുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് രാഹുർ ദശാകാലം പോലെയുള്ള കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ശനി ദശാകാലത്ത്, രാഹുർ ദശാകാലത്ത് പ്രധാനമായിട്ടും മറ്റുള്ള ഗ്രഹങ്ങളുടെ ദശാകാലത്തിൽ ഇത് ഉണ്ടാകത്തില്ല എന്നല്ല പറയുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുള്ളത് രാഹുർ ദശാകാലം, ശനി ദശാകാലം, ചൊവ്വ ദശാകാലം പോലുള്ള ദശാകാലങ്ങളാണ്. അത്തരത്തിലുള്ള ദശാകാലങ്ങൾ ഇത്തരത്തിലുള്ള രോഗമുണ്ടാകുന്ന ഒരാളുടെ ജനനസമയം വെച്ച് മനസ്സിലാക്കി ദശാനാഥൻ ആരാണ്, അപകാരനാഥൻ ആരാണ്, അവരെ ജാതകത്തിൽ ശുഭനോ അശുഭനോ ആണോ, എന്തുകൊണ്ടാണ് ഈ രോഗം വരുവാനുള്ള സാധ്യതയെന്ന് ഉത്തമനായൊരു ജ്യോതിഷി കണ്ടെത്തിയാൽ ഈ പറയുന്ന രോഗവിമുക്തി നേടാൻ വേണ്ടി ഉപകരിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നായിട്ട് ചില ആയുർവേദ വസ്തുക്കൾ ഇട്ടുള്ള സ്നാനം നിർദ്ദേശിക്കാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, രാഹുർ ദശാകാലത്തിലാണ് ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടായതെന്ന് കണ്ടെത്തിയാൽ രാഹുർ ദശാനാഥനാണ് അല്ലെങ്കിൽ അപകാരനാഥനാണ്, രാഹുർ ജാതകോശൽ പിഴച്ചു നിൽക്കുന്ന ഒരു ജാതകമാണ്. ആ സമയത്താണ് ജാതകൻ ഇത്തരത്തിലുള്ള നാഡീഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നതെങ്കിൽ രാഹു പ്രീതിയാണ് ചെയ്യേണ്ടത്. രാഹുർ പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ അരിതാരം, പനയോല, പോത്തിൻ്റെ കൊമ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അവയെല്ലാം ചേർത്തോ ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹശുദ്ധി വരുത്തുന്നത് രാഹുർ ദോഷത്തിന് പരിഹാരമാണെന്നും ജ്യോതിഷ ആചാര്യ മതമുണ്ട്. അത് മുതൽ പരീക്ഷിച്ചു തുടങ്ങാവുന്നതാണ്. ഒരു വ്യക്തിക്ക് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടായാൽ ഈ രോഗമുണ്ടാകുന്നതിൻ്റെ ആ ലക്ഷണം അനുഭവപ്പെടുന്നത് മുതൽ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ, പരമാവധി 4 മണിക്കൂർ എന്നാണ് പറയുക, 2-3-4 മണിക്കൂറിനുള്ളിൽ ഈ രോഗത്തിന് ചികിത്സ കൊടുക്കാൻ സജ്ജമാക്കിയ ഏതെങ്കിലും ആതുരാലയത്തിൽ, ആശുപത്രിയിൽ എത്തിച്ചാൽ ചലനശേഷി നഷ്ടപ്പെടുന്നതടക്കമുള്ള അവസ്ഥയിൽ നിന്നും ഈ രോഗിയെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അവർ പല മേഖലകളിലും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അപ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം അനുഭവപ്പെട്ടാൽ കഴിവതും വേഗം
കഴിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പക്ഷാഘാതത്തിന് ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ രോഗിയെ എത്തിക്കാൻ സാധിച്ചാൽ പരസഹായം വേണ്ടിവരുന്ന രീതിയിലേക്ക് ആ രോഗാവസ്ഥ കൊണ്ട് വൈകല്യങ്ങൾ സംഭവിക്കാതെ നോക്കാൻ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾക്ക് കഴിയും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ സമയമാണ് പ്രാധാന്യം. രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം, കഴിയുന്നത്ര വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിനെക്കുറിച്ച് നമ്മൾ മെഡിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന പരസ്യങ്ങളും വെബ്സൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ അതിന് കൂടുതൽ അറിവ് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണയല്ല പറയുന്നത്. ഈ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ളൊരു കുടുംബത്തിനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ നിലയെന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. പക്ഷാഘാതം സംബന്ധിച്ചോ സ്ട്രോക്ക് സംബന്ധിച്ചൊക്കെ സ്വകാര്യ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചികിത്സയ്ക്ക് പോയാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഏർപ്പാടാണ്. അത് സാമ്പത്തിക ഭദ്രത ഉള്ളവരെ സംബന്ധിച്ചവർക്ക് ഒരു വലിയ വിഷയമല്ലെങ്കിൽ, കൂലിപ്പണിയെടുത്ത് അന്നത്തെ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്നവരെ സംബന്ധിച്ച് ലക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭാഗ്യക്കുറികളിൽ മാത്രം എഴുതി കണ്ടിട്ടുള്ള സംഖ്യയായിട്ട് അവശേഷിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരിക്കും. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്ത പല ചികിത്സാ സംവിധാനങ്ങളും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സ. എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. വിശേഷിച്ച് പഞ്ചകർമ്മ പോലെയുള്ളത്, പഞ്ചകർമ്മ ഹോസ്പിറ്റൽ. ഈ പഞ്ചകർമ്മ ഹോസ്പിറ്റലുകളിലോ മറ്റേ ആയുർവേദ ഹോസ്പിറ്റലിലോ ഒക്കെ നമുക്ക് ഈ പക്ഷാഘാതവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ തേടാവുന്നതാണ്. അവിടെയൊന്നും വലിയ തുകകൾ അല്ലെങ്കിൽ വലിയ ചാർജൊന്നും, സർക്കാർ ചെലവിലാണ്. അവിടുന്ന് എൻ്റെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടും, ചികിത്സ നടക്കും. അങ്ങനെ കാശൊന്നും ചിലവാക്കുന്നതല്ല. കാരണം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇത്ര രൂപ അടച്ചാൽ നമ്മൾ ചികിത്സിക്കുക അങ്ങനെയുള്ള സംവിധാനമൊന്നും ഉള്ളതല്ല. മാന്യമായിട്ടുള്ള ചികിത്സ കിട്ടും. രോഗത്തിൻ്റെ തീവ്രതയെ അനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് രോഗശമനം 10 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട്, 20 ദിവസം കൊണ്ട്, 20 ദിവസം കൊണ്ടൊക്കെ പലർക്കും അനുഭവപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. ആയുർവേദ ചികിത്സ പ്രൈവറ്റായിട്ട് ആയുർവേദം ചികിത്സിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. നമ്മളുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ആയുർവേദ ഹോസ്പിറ്റലുകളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തിലൂടെ നടത്തുന്ന പഞ്ചകർമ്മ ആശുപത്രികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിടത്തി ചികിത്സ തന്നെ ലഭിക്കുന്ന തരത്തിൽ പല ആയുർവേദ ഹോസ്പിറ്റലുകളും സർക്കാർ നടത്തി വരുന്നുണ്ട്. അവയൊക്കെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. അതുമല്ല നമ്മുടെ വിഷയം. പക്ഷാഘാതം സംഭവിക്കുന്ന ഒരു കുടുംബത്തിന് ഗൃഹനാഥനാണ് സംഭവിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ പരമദയനീയമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയം. ഏതെങ്കിലുമൊക്കെ സുമനസ്സുകൾ സഹായിക്കാനിടയുണ്ട്. ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ധനശേഖരണത്തിലൂടെയൊക്കെ സഹായങ്ങൾ കൊടുക്കാനുണ്ട്. പക്ഷാഘാതത്തിന് ഇന്നത്തെ കാലത്ത് അങ്ങനെ കൂടുതലായിട്ടുള്ള ശേഖരണം കാണുന്നില്ല. എന്നാൽ ഒരു ഗൃഹനാഥൻ ജോലി ചെയ്ത് കൊണ്ടുവന്ന് പോറ്റുന്നൊരു കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള അത്യാഗ്രഹം ഉണ്ടാകുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ തുടർന്നുള്ള ജീവിത ചെലവുകളടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ സുമനസ്സുകളായിട്ടുള്ളവർ സഹായങ്ങളുമായിട്ട് അവരെ സമീപിക്കാറുണ്ട്. ഇപ്പം ഗൃഹനാഥനാണ് കിടപ്പിലായി പോയെങ്കിൽ ആ ഗൃഹനാഥിയായിട്ടുള്ള സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നമ്മൾ ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായം. അല്ലെങ്കിൽ നമ്മൾ 10 കിലോ അരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തു, എത്ര കാലം അവരുടെ ജീവിത ചെലവുകൾക്കനുസരിച്ച് കൊടുത്ത് എപ്പോഴും കൊടുത്ത് സഹായിക്കാൻ നേരം കൊണ്ടും കഴിയണമെന്നില്ല. അപ്പോൾ തൊഴിലുടമകളായിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മാർഗം തരപ്പെടുത്തി കൊടുക്കേണ്ടത് പോലൊരു പുണ്യകർമ്മം വേറെയില്ല. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ഗൃഹനാഥൻ്റെ ശാരീരികമായിട്ടുള്ള വീഴ്ചാക്കാലത്തെ മുതലെടുക്കാൻ ഗൃഹനാഥൻ്റെ പത്നിയെ അല്ലെങ്കിൽ ഭാര്യയെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ശ്രമത്തോടുകൂടെ സഹായ മനസ്ഥിതിയുമായിട്ട് സമീപിക്കുന്നത് വൃത്തികെട്ട രീതിയിൽ കാണാറുണ്ട്.
ഇതുകൂടാതെ പക്ഷാഘാതം വളർന്നു പോയിട്ടുള്ള ഗ്രഹനാഥൻ്റെ ഭൂമി ചുളുവലയ്ക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുക, അവരുടെ വീട് ചുളുവലയ്ക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുക, അവരെ കൊണ്ട് ഏതെങ്കിലും ഭീമമായിട്ടുള്ള വട്ടിപ്പലിശ പോലുള്ള കാര്യങ്ങളിൽ കൊണ്ട് ഉൾപ്പെടുത്തുക. അതായത് മറ്റൊരുത്തൻ്റെ വേദനയും വിഷമവും ഇല്ലായ്മയും ദാരിദ്ര്യവും തനിക്കെങ്ങനെ മുതലാക്കാം എന്ന് ചിന്തിക്കുന്ന കുടില മനസ്തുതി ഉള്ളവരുടെ ഒരു സാന്നിധ്യവും ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രബലമാണ്. ഇനി ഗ്രഹനാഥൻ അങ്ങനെ തന്നെ പക്ഷാഘാതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ ആയുർവേദ ചികിത്സകനും വേണ്ട സമയത്ത് ലഭിക്കാതെ ഇദ്ദേഹം സ്ഥിരമായ ഒരു ബലക്ഷയം സംഭവിച്ച ആളായി പോയെങ്കിൽ ഭാര്യയായിട്ട് നിൽക്കുന്ന സ്ത്രീ 10, 40, 45 ഇനി 50 വയസ്സുണ്ടെങ്കിൽ തന്നെ ഭർത്താവില്ലാതിരിക്കുക, ഇനിയിപ്പോൾ എങ്ങനെ കാര്യങ്ങളുടെ പോക്ക് എന്ന രീതിയിൽ അവരെ മോശക്കാരത്തിയായിട്ട് ചിത്രീകരിക്കാനും അയൽവക്കക്കാർ തന്നെ മതി. ഇനി ആരെങ്കിലും സ്ഥിരമായിട്ട് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവനാണിപ്പം പക്ഷാഘാതം സംഭവിച്ച വ്യക്തിയുടെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള അപഖ്യാതി പറയുവാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. കാരണം ഒരുത്തിനെ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും അവൻ ആരെങ്കിലും 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിലക്കാൻ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആ ചില ആളുകൾക്ക്, എല്ലാവർക്കല്ല ചില ആളുകൾക്ക് വളരെ നല്ല ബിരുദമാണ്. ഇനി തിരിച്ച് സംഭവിച്ചെന്ന് വിചാരിക്കുക, ഒരു ഗ്രഹനാഥയായൊരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയിൽ പോലും ചികിത്സിക്കാനുള്ള മാർഗമില്ലാതിരിക്കുകയാണ്. മറ്റുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെയും ചൂഷണത്തിന് ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം ഏതൊക്കെ തരത്തിൽ മറ്റൊരുത്തൻ്റെ വീഴ്ച, മറ്റൊരാളുടെ ഗതികേട് എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുത്താം. കാരണം നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ഒരു രോഗിയായൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാരകമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ വഹിക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിന് ഒരു പൊതി ചോറ് ദാനം ചെയ്യുന്നത് പോലും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് മാധ്യമങ്ങളിൽ കൊടുത്ത് അവൻ്റെ ഇല്ലായ്മയും വിശപ്പിനെയും എൻ്റെ ജീവകാരുണ്യത്തിൻ്റെ മകുടോദാഹരണമാക്കി എനിക്ക് സൽകീർത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാണം കെട്ട ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ തന്നെ വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, ചികിത്സ ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് എന്തെങ്കിലും ചെറിയ ചില്ലറ കൊടുക്കുക. അതൊക്കെ ഫോട്ടോ പിടിച്ച് പത്രത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ വിട്ട് ഞാനാണ് ഏറ്റവും വലിയ കരുതലുള്ളവൻ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹി, ഞാനാണ് ഏറ്റവും വലിയ ദയാലു എന്നൊക്കെ പ്രചരിപ്പിക്കുക. അത് മറ്റൊരുത്തൻ്റെ ഗതികേട് കൊണ്ട് മാത്രമാണ് അവൻ ആ ഫോട്ടോയോടൊപ്പം നിൽക്കുന്നത്. അവൻ്റെ കയ്യിൽ അവനാ ഗതികേടില്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിലൊരു ഫോട്ടോയ്ക്ക് വേണ്ടി അവൻ നിൽക്കില്ല. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില ഫോട്ടോകൾ കാണാറുണ്ട്. കാരണം നമ്മൾ ആധ്യാത്മികമായിട്ട് നോക്കിയാൽ നീ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഈശ്വരൻ നിനക്ക് തന്നെ പ്രതിഫലം തരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഭൂമിയിൽ വെച്ച് നീ പ്രതിഫലം ആഗ്രഹിക്കരുത്. കാരണം ഭൂമിയിൽ വെച്ചാണെങ്കിൽ നിനക്ക് ഈശ്വരൻ തരുന്ന പ്രതിഫലങ്ങൾ പത്രക്കാരെ വിളിച്ച് പത്രത്തിൽ ഫോട്ടോ കൊടുത്തിട്ടല്ല തരുന്നത്. ഇനി നീ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ 5000 രൂപ എവിടെന്നെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് നീ 500 രൂപ മുടക്കി ഇങ്ങനെ ചെയ്ത് ബാക്കി 4500 രൂപയും പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുവെങ്കിൽ നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നീ ഇവിടെ നേടിക്കഴിഞ്ഞു, പ്രശസ്തി. അതിനപ്പുറം ഈശ്വരനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ഈശ്വരൻ നിന്നയിൽപ്പെടുന്നതാണ്. കാരണം പ്രകൃതിശക്തിയായ ഈശ്വരൻ ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് വരുത്തിയിരിക്കുന്ന കഴിവുകേടിനെ അതിബുദ്ധിമാനായ ഞാൻ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്ന രീതിയിലുള്ള നിലയിൽ അതിനെ ദുരുപയോഗപ്പെടുത്തുന്നത് ഈശ്വര നിന്ദയായിട്ട് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ സ്ട്രോക്ക് വരുന്നത്. ചില അപൂർവങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അമിത മദ്യപാനം കൊണ്ടൊക്കെ സ്ട്രോക്ക് ഉണ്ടാകുന്ന പുരുഷന്മാരെയൊക്കെ ആ വീട്ടുകാരി നോക്കാൻ ചികിത്സിച്ചു കൊണ്ടുപോകുവാനുള്ള സാമ്പത്തികം ഇല്ലാതെ അനാഥാലയങ്ങളിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു നിലയുണ്ട്.
സ്ട്രോക്കായിട്ട് വീണ് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചവൾ ഒന്നിനും കൊള്ളാത്തവൾ, വെറും ശവമായിട്ട് കിടക്കുകയല്ലേ, കുറേ കാലമല്ലേ. ഇങ്ങനെയുള്ള നിന്ദ വാക്കുകൾ അപൂർവമായിട്ടെങ്കിലും ഭർത്താക്കന്മാരിൽ നിന്നോ ബന്ധിയനങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും നാളെ എന്താണ് വരിക എന്നൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതെല്ലാം ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, അവൻ്റെ മുൻ ചെയ്തികളുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കിക്കൊണ്ട് അവനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ, അതല്ലെങ്കിൽ ചികിത്സിക്കാൻ മാർഗമില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ 10 സെന്റ് സ്ഥലം അവിടെ റോഡിലേക്ക് കിടപ്പില്ലേ, അതിങ്ങോട്ട് വന്നേക്ക്, ഞാൻ കാശ് തരാം, നിങ്ങൾ കൊണ്ട് ചികിത്സിച്ചോ എന്ന് പറയുന്ന കണക്കുള്ള കുതന്ത്രങ്ങളുമായിട്ട് നടക്കുന്നതും ഉത്തമനായിട്ടുള്ളൊരു ഈശ്വരഭക്തന് ചേർന്ന പണിയല്ല. നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിൽ പോയി തലയും കുത്തിക്കിടന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് 2 നമസ്കാരം ചെയ്ത് അവിടെ ഭഗവാൻ ഓടക്കൊള്ളി കൊടുത്തു, ഭഗവതിക്ക് കിരീടം കൊടുത്തു, മറ്റേ അവിടെ വിളക്ക് കൊടുത്തു, ഇവിടെ ശ്രീകോവിൽ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ വല്ലവൻ്റെയും കണ്ണുനീര് ചവിട്ടി നിന്നുകൊണ്ടുണ്ടാക്കിയ മുതലാണെങ്കിൽ ഒരു ഫലവും ഇല്ല. ഇതൊക്കെ കൊണ്ട് വെക്കുമ്പോഴേ ഭഗവാനല്ല ഭഗവതിക്കറിയാം നീ ഇത് ഏത് രീതി ആർജിച്ച ധനമാണെന്നും നീ ഈ ധനം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണെന്നും അതിപ്പം നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് എന്തിനാണെന്നും ഇതൊക്കെ അറിയുന്നവനാണ് ഈശ്വരൻ. ഭഗവാനാണെങ്കിലും ഭഗവതി ആണെങ്കിലും അവരെയാണ് നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അപ്പം ന്യായമല്ലാതെയുള്ള മാർഗങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ധനം, അന്യായമായി പലതും പലരുടെയും കണ്ണുനീരിൽ ചവിട്ടി നിന്നുകൊണ്ട് വെട്ടിപ്പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ധനം, അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ശാരീരികമായിട്ട് പോലും ബലമില്ലാത്തവനോടും അവൻ്റെ കുടുംബത്തോടും നമ്മൾ ചെയ്യുന്നത് മഹാപാപമാണ്. നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ഒരു ചുക്കുമില്ല. ഇപ്പം ഞാനൊരാളെ സഹായിച്ചില്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു ചുക്കുമില്ല. ഞാൻ സഹായിച്ചില്ലെങ്കിൽ അയാൾക്ക്, ആ വ്യക്തിക്ക് വിധിച്ചിട്ടുള്ള അന്നം ഏതെങ്കിലും മാർഗത്തിൽ ലഭിച്ചോളും. പക്ഷെ മറ്റൊരാളെ സഹായിക്കുന്നതിനെ നമ്മൾ വിലക്കരുത്. അതുപോലെ പക്ഷാഘാതം വന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് വീഴുന്ന ഒരു പുരുഷൻ്റെ, സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ കുടുംബത്തിൽ മരുന്നും ചികിത്സാ ചെലവുകളായിട്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരു ഭർത്താവിനാണ് പക്ഷാഘാതം വരുന്ന, ഭർത്താവാണ് ആ വീടിന് ഗ്രഹനാഥനെങ്കിൽ ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഒരു 2-3 മാസത്തെങ്കിലും തകർന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഇനി എന്ത് എന്നുള്ളത് അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല. ആ സാഹചര്യത്തിൽ ആരെങ്കിലും പറയുകയാണ് അവിടെ റോഡ് സൈഡിലൊരു സർവേക്കലുണ്ട്, ആ സർവേക്കലിൻ്റെ മുകളിൽ പോയി നിങ്ങൾ വർദ്ധിച്ചാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അതിൻ്റെ യുക്തി ചിന്തിക്കാതെ അതിന് തയ്യാറാകും. അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ ബെടക്കാക്കി തനിക്കാക്കുന്നതിനേക്കാൾ ഉപരി അവസരം പ്രയോജനപ്പെടുത്തി എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാവോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിച്ച് ചെല്ലുന്ന ദുഷ്ടജന്മങ്ങളെ നമ്മൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കരുത്. കാരണം ഭർത്താവ് അവശനായി കിടക്കുന്ന ഭർത്താവിനെയും ആ ഭാര്യയെയും ആ 2-3 കുഞ്ഞുങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത് വളർത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ ദീപകാരുണ്യത്തിൻ്റെ മകുടോദാഹരണമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. മറ്റൊരുത്തൻ്റെ നിസ്സഹായാവസ്ഥ എൻ്റെ സൽകീർത്തിക്ക് വളമാകുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ദുഷ്ടതയുടെ മൂർത്തിമദ്ഭാവമാണ്. ഇനി അതല്ല, ഗ്രഹനാഥയ്ക്കാണ് വയ്യാഴിയെ വന്നിരിക്കുന്നതെങ്കിൽ, വീണ് പോയിരിക്കുന്നതെങ്കിൽ അവർക്കുള്ള മരുന്നുകളിലാലും ഭക്ഷണത്തിനൊക്കെ ഉള്ള സാമ്പത്തികം, അവരോട് ആത്മാർത്ഥതയുള്ള ഭർത്താവാണെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും നടന്നുണ്ടായിക്കോളും. എന്നാൽ പോലും അവരെ കാണാൻ ചെന്നച്ചു, അല്ലെങ്കിൽ അവരോട് സഹതാപം പുലർത്താൻ ചെന്നച്ചു എന്ന് പറയും, അയ്യോ ഇങ്ങനെ കിടന്ന് എത്ര കാലമായി ഇങ്ങനെ കിടക്കുന്നു, എന്തെങ്കിലും വഴിപാട് നടത്താൻ പറ്റില്ല. എന്തിനാ? രോഗം മാറാനല്ല, എളുപ്പം തട്ടിപ്പോയി. ഇത് ഞാൻ എൻ്റെ ചെവിക്ക് പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. എന്തെങ്കിലും വഴിപാട്, ജ്യോത്സ്യന്മാരെ കണ്ട് വഴിപാട് നടത്താൻ പറ്റും. ജ്യോത്സ്യന്മാരെടുത്തും വരും ചില ആളുകൾ. എൻ്റെ ചേട്ടത്തി വർഷങ്ങളായിട്ട് കിടക്കണില്ലെങ്കിൽ എൻ്റെ നാത്തും 5-6 വർഷത്തെ കിടപ്പിലാണ്. കിടപ്പ് വളരെ ദയനീയമാണ്. കിടന്ന കിടപ്പിലാണ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയാണ്. അതിനെന്താ ചെയ്യുകയാണ്? ഏത് അമ്പലത്തിലാണ് വഴിപാട് നടത്തേണ്ടത്? ശുഭക്ഷേത്രത്തിൽ നടത്തിയാൽ മതിയോ? ഇങ്ങനെ ചോദിച്ചത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരുപിടി സ്വപ്നങ്ങളുമായിട്ട് നമ്മളെപ്പോലെ തന്നെ
സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. നാളെ ഞാൻ വീണു പോകും, നാളെ ഞാനൊരു ക്യാൻസർ രോഗിയാകും, നാളെ ഞാനൊരു പക്ഷാഘാത രോഗത്തിന് അടിമയാകുമെന്ന് ഇന്നവരാരും ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ പോലും അതിന് മുൻകരുതലൊന്നുമില്ല. വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു രോഗം വന്ന് പക്ഷാഘാതമാണ്, സ്ട്രോക്കാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറിനുള്ളിലെങ്കിലും, 4 മണിക്കൂർ എന്നൊക്കെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, സമയം വൈകുന്തോറും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറയും. എങ്കിലും മാക്സിമം കഴിയുന്നത്രയും വേഗം ഏതെങ്കിലും അതിന് ചികിത്സ കിട്ടുന്ന ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ പോലും എത്തിച്ചാൽ ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടും. അതിനുശേഷം അവർ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, അതിജീവിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കണം. നമുക്ക് പറ്റുമെങ്കിൽ സഹായിക്കണം, നമ്മൾ സഹായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ സഹായിക്കാൻ ചെല്ലുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിൻ്റെ കണ്ണോടുകൂടി ആയിരിക്കരുത്. ഇനി സഹായിക്കാൻ ചെല്ലുമ്പോൾ ചൂഷണത്തിൻ്റെ കണ്ണോടുകൂടി ചെന്നു ചിലപ്പം ആ പരിപ്പാടെ വേഗത്തില്ലാന്ന് വിചാരിക്കുക. അങ്ങനെ ആ പരിപ്പാടെ വേഗാതെ വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കും അയാളുടെ ഭാര്യ ശരിയല്ല, അവളാകെ പോക്കുകസാണ്, അല്ലെങ്കിൽ അവൾക്ക് മറ്റവനായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ്, ഇങ്ങനെയുള്ള അപരാധം പറയാനും നിൽക്കരുത്. ഇനി അതല്ലെങ്കിൽ ഭാര്യ രോഗ ദുരിതത്തിൽ വീണ് പോയിട്ടുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അയാളും മാനസിക സംഘർഷത്തിലായിരിക്കും, വിവിധ തരത്തിലുള്ള മാനസിക സംഘർഷത്തിലായിരിക്കും. അയാളുടെ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ ഇവരെ എളുപ്പം മരിച്ചു പോകാനുള്ള പരിപാടി, മരിച്ചു പോകാനുള്ള പ്രാർത്ഥന നടത്ത്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ ഉപദേശിക്കുമ്പം ഉപദേശിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു മുടക്കുമില്ല. ഉപദേശം പോലെ കാര്യം നടക്കണമെന്നില്ല. ഉപദേശിക്കുന്നവർക്ക്, ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് ആ കുറ്റത്തിനുള്ള പരിഹാരം, അല്ലെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് മോചിതനാകാനുള്ള പരിഹാരം കൂടെ കാണാൻ കഴിയണം. അതല്ലാതെ വെറുതെ ചെന്ന് സമാധാനമായിട്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ സമാധാനക്കലുണ്ടാക്കിയിട്ട് ഞാൻ വലിയ അറിവുള്ള ആൾ, ഞാൻ എല്ലാ കാര്യത്തിലും നിപുണനുമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതൊക്കെ ഈശ്വരശാപത്തിന് ഇടയാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്നത് ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അറിഞ്ഞോളും. ഒരു സ്ട്രോക്ക് വന്ന രോഗിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സ്വാർത്ഥാൽപര്യത്തിന് ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സ്ട്രോക്ക്, ഈ പക്ഷാഘാതം എന്ന് പറയുന്ന നാളെ നമ്മളിലേക്കും വന്നെത്താം. അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയുമായിട്ട് കിടക്കുന്ന ഒരു ആളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ട് കാരുണ്യവാൻ്റെ മൂർത്തിമദ്ഭാവം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് അവരെയും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു വരാം. ഈ ചൂഷണം ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോക്കായിട്ട് കിടക്കുന്ന ആളുടെ ഭാര്യയെ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്ക് നയിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല പറയുന്നത്. അവരെ നിർത്തി ഫോട്ടോ എടുക്കുക, ലോകം മുഴുവൻ അറിയിക്കുക, കൊടുക്കേണ്ടത് 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ. എന്നിട്ട് പത്രത്തിൽ വരും, ഇങ്ങനെ കിടക്കുന്ന രോഗിക്ക് ചികിത്സ ഞങ്ങൾ സഹായം ചെയ്തു. സത്യത്തിൽ 10000 രൂപ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എത്ര പത്രങ്ങളിലുള്ള ഫോട്ടോക്കാരായിട്ട് മാറണം, കാഴ്ചക്കാരായിട്ട് മാറണം. സാമ്പത്തികമായിട്ടൊരു അടിസ്ഥാനമുള്ളതാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നിൽക്കുമോ? അപ്പം മറ്റൊരുത്തൻ്റെ ദയനീയ അവസ്ഥയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെയാണ് അത് പറയുന്നത്. ചില സംഘടനകളുടെ പേരിൽ, ചില വ്യക്തികളുടെ പേരിൽ, ചില തണൽ മരങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് ആളുകളുടെ മുഖം കരയുന്നതും വിഷമിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി പൊതു ഫണ്ട് രൂപീകരിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ അതിലേക്ക് ഇത്തരത്തിൽ വിനിയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപ വേണം. അതിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല, പൊതു ഫണ്ട് വേണം, അതിന് വേണ്ടിയിട്ട് പത്രത്തിൽ കൊടുത്തു, അങ്ങനെയുള്ള സാമ്പത്തികം സ്വരുക്കൂട്ടിക്കൊണ്ട് ആ ചികിത്സയ്ക്ക് കൊണ്ട് അതൊക്കെ മനസ്സിലാക്കാം. അതല്ലാതെ കേവലമായിട്ടൊരു കിറ്റ് കൊടുക്കും, ഒരു ഭക്ഷ്യധാന്യങ്ങളടങ്ങി കിറ്റ് കൊടുക്കും, എത്ര രൂപ വരുന്നതിന് ചിലവ്. ആ കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ അത് പത്രത്തിൽ. അപ്പം ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്നൊരുത്തനായതുകൊണ്ടും ഭക്ഷണത്തിനുള്ള അല്ലെങ്കിൽ 10,000-2000 രൂപ അല്ലെങ്കിൽ പോട്ടെ 5000 രൂപ അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിവില്ലാത്തവനുമായ ഒരു ദരിദ്രൻ്റെ ദാരിദ്ര്യാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് എനിക്ക് സൽകീർത്തി ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന കുടില മനസ്ഥിതി വളരെ അപകടകരമാണ്. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, നീ എങ്ങനെ പോയാലും വേണ്ടതല്ല, എനിക്ക് ആ കാര്യം നടന്നാൽ മതി. കാരണം അങ്ങനെയുള്ള ചിന്താഗതി വർദ്ധിച്ചു വരുന്നു. ഈ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ
പക്ഷാഘാതം പോലുള്ള രോഗങ്ങളൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതലായിട്ടും ജീവിത ഭക്ഷണ രീതിയൊക്കെയാണ് പ്രധാന ഘടകമായിട്ട് പറയുന്നത്. കൊളസ്ട്രോള്, പ്രഷർ പോലുള്ള രോഗങ്ങളുടെ ആധിക്യമാണ് ഇതിലേക്ക് നയിക്കപ്പെടുന്നതൊക്കെയാണ് സയൻസ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സമീപത്ത് ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ യഥാർത്ഥ ഈശ്വരഭക്തനാണ് നിങ്ങളെങ്കിൽ, യഥാർത്ഥ ഈശ്വരനെ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ കഴിയുന്ന സഹായം അവർക്ക് കൊടുക്കണം, പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ. അതായത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതായിരിക്കണം അത്തരത്തിലുള്ള ദാനങ്ങൾ ചെയ്യാൻ. അതല്ലാതെ 100 രൂപയുടെ ദാനം ചെയ്യാൻ 500 രൂപയുടെ പത്രപരസ്യം നടത്തി ചെയ്യുന്നവനൊക്കെ ഈശ്വരഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടത്തില്ല. കാരണം നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ ഭൂമിയിൽ നേടിക്കഴിഞ്ഞു. നീ പ്രതീക്ഷിച്ചെന്ത പ്രശസ്തി, അത് കിട്ടിക്കഴിഞ്ഞു. നീ പിന്നെ ഈശ്വരൻ തരാൻ. അപ്പോൾ ആ ചിന്താഗതി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിൽ നിന്ന് ഈശ്വരഭക്തന്മാരെങ്കിലും പിന്തിരിയണം. സഹായിക്കണം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുത്ത് സഹായിക്കണം. ചിലർ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ 4 അരിയിട്ടേ വെച്ചുള്ളൂ, ഞാൻ അതിൽ നിന്നെന്താ കൊടുക്കുക? ഒരു തവി കഞ്ഞി കൊടുത്താൽ മതി. ഒരു തവി കഞ്ഞി നിങ്ങൾ വിശക്കുന്ന കൊടുത്താൽ മതി. അതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇനി പോട്ടെ, എൻ്റെ കയ്യിൽ 1 പാക്കറ്റ് ബിസ്ക്കറ്റേ ഉള്ളൂ, അതിൽ നിങ്ങൾ ഒരെണ്ണം കൊടുത്താൽ മതി. ഈ വിശക്കുന്നവനെന്ന് പറയുമ്പോൾ മനുഷ്യൻ തന്നെ എന്നല്ല അർത്ഥം, പക്ഷിമൃഗാദികളടക്കം വിശന്ന് വലന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭദ്രത കൊടുക്കണമെന്നാണ് ശാസ്ത്രം. കാരണം നമ്മളത് കൊടുക്കുന്നത് 4 പേരെ കാണിക്കാനോ മറ്റുള്ളവരുടെ കൈതട്ടൽ വാങ്ങിക്കാനോ ഒന്നുമല്ല. അതുപോലെ തന്നെ പക്ഷാഘാതം വന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരുത്തൻ്റെ വീട്ടിൽ നമ്മൾ സഹായ വാഗ്ദാനമായിട്ട് ചെല്ലുന്നത് അവൻ്റെ പറമ്പ്, അവൻ്റെ ഭൂമി തുച്ഛമായ വിലയ്ക്ക് എഴുതി വാങ്ങിക്കാനോ, അവൻ്റെ വീട് തുച്ഛമായ വിലയ്ക്ക് എഴുതി വാങ്ങിക്കാനോ, അവൻ്റെ ഭാര്യയെ കറക്കിയെടുക്കാനോ, അവൻ്റെ വണ്ടി ചുടുവിലയ്ക്ക് സ്വന്തമാക്കാനോ, അവൻ്റെ പശുക്കളും എരുമകളെ ചുടുവിലയ്ക്ക് സ്വന്തം, ഇങ്ങനെയുള്ള കുടില ചിന്താഗതിയുമായിട്ട് ചൊല്ലരുത്. അതൊക്കെ മഹാപാപങ്ങളാണ്. എങ്ങനെയാണ് പാപങ്ങളാകുമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചിന്താഗതിയായിട്ട് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ചുളുവിലയ്ക്കൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നവരുടെ ജീവിതവും അവരുടെ പിൽക്കാലത്തുള്ള അനുഭവങ്ങൾ നമ്മൾ ഒന്ന് പഠിച്ചാൽ മതി. അപ്പം കാണാം അവിടുന്ന് അവരെ ഈ പറയുന്ന രോഗാവസ്ഥയിൽ കിടക്കുന്നവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നേടിയത് 50,000 രൂപയുടെ ലാഭമാണെങ്കിൽ പിന്നീടുള്ളവൻ്റെ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 50 ലക്ഷം രൂപയായിരിക്കും. കാരണം പിടിച്ചു പറയിക്കുന്നത് ഒരിക്കലും നിലയ്ക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതിയുമായിട്ട് നമ്മൾ പോകരുത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാഗയജ്ഞം, സപ്താഹയജ്ഞം, അതിനൊക്കെ കൊണ്ടുവന്ന് കിലോ കണക്കിന് സ്വർണ്ണമാണ് കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്. ആർക്കാ? ഭഗവാന് കാഴ്ചവെക്കുന്ന പറഞ്ഞല്ല, ഭഗവതിക്ക് കാഴ്ചവെക്കുന്ന പറഞ്ഞു. ഭഗവതിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വർണം കൊണ്ടുള്ള കിരീടം ഇല്ലെങ്കിൽ ഭഗവതിയുടെ തലയിൽ കിരീടം വരുത്തില്ല. കാരണം ഭഗവതി വെറും ഭിക്ഷക്കാരത്തെയും ഇദ്ദേഹം കോടീശ്വരനായി. ഇതൊക്കെ ഈശ്വരനിന്ദയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ല. ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു കിരീടം ദാനം ചെയ്താൽ ആ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ മുതലിലാണ് അത് വകയിരുത്തുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ നേട്ടങ്ങൾക്കുള്ളതാണ്. അല്ലാതെ വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിന് എറണാകുളത്തുള്ള ഒരാളൊരു കിരീടം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ഉടനെ ഭഗവാൻ വൈകുണ്ഠത്തിലെ കിരീടം വെച്ചാണ് നടക്കുന്നത് എല്ലാ ദിവസവും. ഇനി അതല്ലെങ്കിൽ മഹാദേവന് കൊണ്ട് വന്നൊരു കിരീടം സമർപ്പിക്കും. കൈലാസവാസിയായിട്ടുള്ള ഭഗവാൻ മഹാദേവൻ എല്ലാ ദിവസവും രാവിലെ ഇതെനിക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടിയ ഒരു കിരീടമാണ്, ഇതും പറ്റുന്ന നടക്കാമെന്നാണ് നടക്കുന്നത്. ഇതൊക്കെ സങ്കല്പ പൂജയാണ് ക്ഷേത്രങ്ങൾ. ചിന്തിക്കാനുള്ള ബോധം നമുക്ക് ഉണരുന്നില്ല. ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ ഈശ്വര ചൈതന്യം സങ്കല്പിക്കുന്നു. ആ ഈശ്വര ചൈതന്യത്തെ സ്വന്തം പ്രാണനിൽ നിന്ന് ഒരംശം കൊടുത്ത് ജീവനുള്ളതാണെന്ന് സങ്കല്പിക്കുന്നു. അതിന് നിവേദ്യം കൊടുക്കുന്നത് കഴിക്കുന്നുവെന്ന് സങ്കല്പിക്കുന്നു. ഇങ്ങനെ സങ്കല്പ പൂജയാണല്ല. ആ സങ്കല്പ പൂജകളെടുത്താണ് നമ്മൾ കനകം കൊണ്ട് കിരീടം ഉണ്ടാക്കുന്നു, കനകം കൊണ്ട് താമരപ്പൂ ഉണ്ടാക്കുന്നു, കനകം കൊണ്ട് സ്വർണം കൊണ്ട് തേരുണ്ടാക്കുന്നു. എല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു. ശ്രീ കൊടുക്കുന്നവൻ്റെ വീടിൻ്റെ അടുത്തല്ല അവൻ്റെ ശ്രദ്ധയിൽ. പക്ഷാഘാതം വന്നവൻ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ കിടക്കുന്നു, അല്ലെങ്കിൽ മഹാരോഗം ബാധിച്ചവൻ ഒരു നേരത്തെ മരുന്നിന് വഴിയിൽ കിടക്കുന്നു. അവനൊന്നും ഒരു സഹായവും ചെയ്യത്തില്ല. അത്തരത്തിലൊരു സഹായം ഇത് കോർപ്പറേറ്റുകളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഓഫീസുകൾ, കാര്യാലയങ്ങളിൽ ഓരോ ദിവസവും ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഇവർ വലിയ ജീവകാരുണ്യ തണൽ മരങ്ങളാണെന്ന് കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധുക്കൾ, പാവങ്ങൾ, അവരുടെ രോഗത്തിൻ്റെയും ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിവേദനങ്ങൾ കെട്ടിടക്കണക്കാറുണ്ട്. 10 പൈസ കൊടുക്കാറില്ല.
കൊടുക്കുന്നവരില്ലെന്നല്ല കേട്ടോ, കൊടുക്കുന്ന മാന്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വര ഭയമുള്ള ഒരുപാട് കോർപ്പറേറ്റുകളുണ്ട്. അവർ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ അവർ കൊടുക്കുന്ന ഒന്നെടുത്ത് പത്രത്തിലിടാറില്ല. എന്നാൽ നന്മയുടെ ആൾരൂപമാണ്, നന്മമരമാണെന്നൊക്കെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് എല്ലാ പത്രങ്ങളിലും ഡെയിലി വാർത്ത കൊടുക്കുന്ന പല കോർപ്പറേറ്റുകളുടെയും വ്യക്തിപരമായിട്ടൊരു സഹായം ചോദിച്ചുകൊണ്ട് അവരുമായിട്ട് മുൻപരിചയമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾ മുഖേന അല്ലാതെ നേരിട്ടൊരാൾ ഒരു നിവേദനം വേണ്ടപ്പെട്ട രേഖകൾ സമർപ്പിച്ച് കൊടുത്താൽ 10 പൈസ കൊടുത്തില്ല. അങ്ങനെയുള്ളവന്മാരൊക്കെയാണ് ഓരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുന്നു. സ്വർണ്ണക്കൊടി മരം കൊടുക്കുന്നു, സ്വർണ്ണ കിരീടം കൊടുക്കുന്നു, സ്വർണ്ണ വാള് കൊടുക്കുന്നു, സ്വർണ്ണ ചിലമ്പ് കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ വാർത്ത പത്രത്തിൽ 4 കോളം വാർത്തകൾ കൊടുക്കും. അതായത് ഭഗവാന് ഞാനിത് കൊടുത്തു എന്നതും അവൻ്റെ സൽകീർത്തിക്ക് ഒരുങ്ങുന്നൊരു വാർത്ത. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭക്തനാണെന്നാണ് പറയുന്നത്. ഭക്തൻ്റെ ചിന്താഗതി എന്ന് ആലോചിക്കുക. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും യാതൊരു ഗതിയും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ട്രോക്ക് വന്ന രോഗിയുടെ വീട്ടിലേക്ക് 10,000-2,000 രൂപ കൊടുത്ത് കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന, കിറ്റ് കൊടുക്കുന്ന, ഫോട്ടോ എടുത്ത് പത്രത്തിലിടുന്ന അതേ ചിന്താഗതി, അതേ ലക്ഷ്യം. 1 കിലോ സ്വർണം കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ ഭഗവതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യവും എടുത്ത് പത്രത്തിലിടുന്നു. ഇവനൊക്കെ ഭക്തനാണ്. എവിടുത്തെ ഭക്തനാണ്? എന്ത് ഭക്തനാണ്? ഏത് ഭക്തനാണ്? ഭഗവാനെ സമർപ്പിക്കുന്ന കാര്യവും എൻ്റെ പ്രശസ്തിക്കും എൻ്റെ സൽകീർത്തിക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കുക. അതാണ് പക്വതി. ഇങ്ങനെയുള്ള ഭക്തന്മാരെ കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നാറുണ്ട്. കാരണം വേദബോധമില്ലാത്ത, പുരാണബോധമില്ലാത്ത, ഐതിഹ്യ കഥകൾ പോലും അറിയാത്ത, സാമ്പത്തികമാണെല്ലാം, ഈശ്വരനെ പോലും വിലക്കെടുക്കാൻ പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള സാമ്പത്തികമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മൂഢജന്മങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇത്തരം ഈ വേഷം കെട്ടലുകൊണ്ട് വരുന്നത്. അതിന് അമ്പലക്കാരെ സംബന്ധിച്ച് അമ്പലക്കാരെ നമ്മൾ കുറ്റപ്പെട്ട കാര്യമില്ല. കാരണം ഏതൊരു ക്ഷേത്രത്തിനും 4 കാശ് വരുമാനം ഉണ്ടാകണമെന്ന് എൻ്റെ നടത്തിപ്പോൻ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് അവരാരെന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരതിനോട് സമ്മതിക്കും. ഇനി ശ്രീകോവിലിൻ്റെ അകത്ത് ഒരേ കാര്യം വീഡിയോ പിടിക്കുന്നവർ അവരതിന് സമ്മതിക്കും. കാശ് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അമ്പലക്കാരുണ്ട്. അങ്ങനെ ചെയ്യാത്ത മാന്യമായിട്ട് അമ്പലം നടത്തുന്നവരുമുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നവരുടെ വിഭാഗത്തെ കണ്ടെത്തി അവിടെ ചെന്ന് വലിയ മാമാങ്കം നടത്തി ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണെന്ന് ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നക്കാപ്പിച്ച് കൊടുത്ത് ഇങ്ങനെ ഓരോരോ പരസ്യം കൊടുക്കുക. കാരണം അതല്ലാതെ അവരുടെ സ്ഥാപനത്തിൻ്റെ, അവരുടെ കച്ചവടത്തിൻ്റെ പരസ്യം കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ പത്ര ഓഫീസിൽ അടയ്ക്കണം. ഇതാകുമ്പം ഒരു 10,000-50,000 രൂപ കൊടുത്ത് കാര്യം നടക്കും. എന്തുമാത്രം കുടില ബുദ്ധിയാണെന്ന് ആലോചിക്കുക. ഒരു ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് പത്രത്തിൽ നിന്ന് ഭക്ഷ്യക്കിറ്റ് എത്ര രൂപ? 5,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ. ആ ഒരു വിഷയം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ഫോട്ടോ അടക്കം പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ എത്ര കൊടുക്കണം? അതുമായിട്ട് നോക്കുമ്പോൾ ലാഭമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുടിലമായിട്ടുള്ള ചിന്താഗതി കൊണ്ടുപോകുന്നവരെ രക്ഷപ്പെടത്തില്ല. നമ്മൾ ഈശ്വരനെ അടക്കം നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കരുത്. നമ്മളുടെ ആവശ്യങ്ങൾ പറയാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ, നമുക്ക് എന്തെങ്കിലും തരണം, ആന തരണം, ജേന തരണം, പ്രധാനമന്ത്രി പദം തരണം, അല്ലെങ്കിൽ പ്രസിഡന്റ് പദം തരണം, കോടീശ്വരനാക്കണം, ഇതൊക്കെ നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങളായിട്ട് ഭഗവാനോട് പറയാം. പക്ഷെ ആ സ്വാർത്ഥ ലാഭങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഭഗവത് ആലയങ്ങൾ തിരഞ്ഞെടുക്കുക, ഭഗവാനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ദാരിദ്ര്യാവസ്ഥയും ഇല്ലായ്മയൊക്കെ എൻ്റെ ശ്രേയസ്സിനും നേട്ടത്തിനും വേണ്ടി ഉപയോഗിക്കുക. ഇതൊക്കെ നന്മയുള്ള മനുഷ്യരിൽ കാണുന്ന കാര്യങ്ങളല്ല. നിശബ്ദമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഈ കേരളത്തിലുണ്ട്. അവരാരും പത്രമാധ്യമങ്ങൾ കൊടുക്കാറില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ നന്മമരമായിട്ട് ആടി ഉലഞ്ഞു നിൽക്കാറില്ല. ഞാൻ നന്മമരമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 500 പേരെ സൈബർ ഇടങ്ങളിൽ പൈസ കൊടുത്ത് ഇരുത്താറില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് കോർപ്പറേറ്റുകൾ, നല്ലവരായിട്ടുള്ളവർ, അവരൊക്കെ ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ ഇല്ലായ്മ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിശബ്ദമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതി സഹായിക്കും. നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കണം, നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മളാരും ചോദിക്കാനൊന്നുമില്ല, നമുക്ക് സൗകര്യത്തെ സഹായിക്കാൻ മതി. പക്ഷെ സഹായിക്കുമ്പോൾ എനിക്ക് ഇന്നതതിന് പ്രത്യുപകാരമായിട്ട് കിട്ടണമെന്ന് ചിന്തിക്കുന്നിടത്താണ് അപകടം. പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് ഈ സഹായം ചെയ്യുന്നതെങ്കിൽ നിനക്കത് നീ അത് പുണ്യപ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിക്കരുത്. നീ ചെയ്തു, എൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം.
അല്ലാതെ ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനും ഞാനൊരു മനുഷ്യ സ്നേഹിയും ഞാൻ ഭയങ്കര ഉദാരമതിയുമാണെന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയും അത് കൊട്ടിഘോഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഏർപ്പാടാക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഉത്തമനായിട്ടുള്ളൊരു ദൈവഭക്തന് ചോദിച്ചാൽ അത് ഏത് മതസ്ഥനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ഒരു ഉത്തമനായിട്ടുള്ളൊരു ഈശ്വരഭക്തൻ എന്ന് അവകാശപ്പെടുന്നവന് യോജിച്ച പണിയല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഞാനിപ്പം സ്ട്രോക്കിൻ്റെ കാര്യം എടുത്ത് പറയാൻ കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ, ജീവിതത്തിൽ കുടുംബം ശിഥിലമായി പോയിരിക്കുന്ന അവസ്ഥകൾ സ്ട്രോക്ക് വന്നവൻ്റെയാണ്. സാമ്പത്തികമായിട്ടുള്ളവനെ സംബന്ധിച്ച് അവന് സ്ട്രോക്ക് വന്നാൽ അവൻ അതിൽ അതിജീവിക്കും. നേരത്തെ പറഞ്ഞതിനൊക്കെ അതിൻ്റെ 2 മണിക്കൂറിൽ അവൻ എത്തിക്കേണ്ട ഹോസ്പിറ്റലിൽ എത്തിക്കും, വേണ്ടുന്ന ചികിത്സ കിട്ടും, അവനതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യും. സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു പണി വന്നാൽ ഒരു കുടുംബനാഥനാണെങ്കിൽ അവൻ അതോടുകൂടി തീർന്നു. അല്ലെങ്കിൽ പിന്നെ എത്രയും വേഗം ഈ പറഞ്ഞ പോലെ ആയുർവേദ ആശുപത്രികളിലോ പഞ്ചകർമ്മ ആശുപത്രിയിലോ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇനി അലോപ്പതിയിൽ കൊണ്ടുപോയാലും രക്ഷിച്ചെടുക്കാം. അതൊക്കെ കഴിഞ്ഞു പോയെങ്കിൽ ഇനി അതൊക്കെ ഉടക്കെ രക്ഷിക്കാൻ കൊണ്ട് ചെന്നാലും എന്തെങ്കിലും വിധി വൈപരീത്യം കൊണ്ട് അബദ്ധം പറ്റിപ്പോയെങ്കിൽ പിന്നെ അവൻ എന്താണ് പാഴ്ത്തടി എന്ന രീതിയിൽ ജീവിക്കേണ്ടി വരും. അവൻ്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ അവൻ്റെ ബന്ധുജനങ്ങളും ഒക്കെ അവരിൽ നിന്നും അകലുന്നു. ഇനി ബന്ധുജനങ്ങളുടെയൊക്കെ സഹായമില്ലാതെ ഒറ്റപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളാണെങ്കിൽ കുടുംബിനികളാണെങ്കിൽ അവരൊക്കെ ഈ പറഞ്ഞ പോലെ പല വേഷവും കെട്ടലുകൾക്കും തയ്യാറാകേണ്ടി വരും. 2 കിലോ അരിയും ഇച്ചിരി മുളക് പൊടിയും പഞ്ചസാര തേയിലയും മേടിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നവരുടെ മുമ്പിൽ കരഞ്ഞുപോകി നിൽക്കേണ്ടി വരുന്നു എന്നത് തുടങ്ങി വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാണ്. ഇതൊക്കെ നമുക്ക് ഇരുന്ന് പറയുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും മേളിലൊരു തെണ്ടിപ്പുണ്ട്. ഈശ്വരൻ എന്ന് വിളിക്കുന്ന ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്റെ പ്രവർത്തികൾ പുണ്യങ്ങളുടെ രീതിയിലാണോ എഴുതപ്പെടുന്നത് പാപങ്ങളുടെ രീതിയിലാണോ എഴുതപ്പെടുന്നതെന്ന് മാത്രം വരും കാലങ്ങൾ നിനക്ക് ബോധ്യപ്പെടുത്തരും. അതായത് ഹൈന്ദവ സനാതന ധർമ്മ സംസ്കാരത്തിലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ അനുസരിച്ച് മരിച്ചു കഴിഞ്ഞല്ല പണിഷ്മെൻ്റ് വരുന്നത്. പ്രത്യേകിച്ച് ശാക്തേയവാദം അനുസരിച്ച് മരണശേഷം നിന്ന് നരകത്തിൽ കൊണ്ടിരുന്ന പരിപാടിയേക്കാൾ ഉപരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നന്മരങ്ങളായിട്ട് നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടി അല്ലേ ഇത്? എൻ്റെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരുന്നു. ഞാനീ പറഞ്ഞതുപോലെ മറ്റുള്ളവൻ്റെ കണ്ണുനീരിൽ ചവിട്ടി നിന്നുകൊണ്ടല്ലേ എൻ്റെ ബിസിനസ് വിപുലീകരിച്ചത്, എൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചത്, എനിക്കില്ലാത്ത ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ കാശ് കൊടുത്ത പാണന്മാരെ വെച്ച് പാടിച്ചത് എന്നൊക്കെ ഒന്ന് സ്വയം ആലോചിച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പണിഷ്മെൻറ്റ് കിട്ടിയതെന്ന് സ്വയം മനസ്സിലാകും. ബുദ്ധിയുള്ളവൻ ആലോചിക്കുക, ബുദ്ധിയില്ലാത്തവനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ഇത്തരത്തിൽ മറ്റുള്ളവൻ്റെ കണ്ണുനീരിൽ ചവിട്ടിയെന്നുകൊണ്ട് മറ്റുള്ളവൻ്റെ ഇല്ലായ്മയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും തൻ്റെ പേരിനും പ്രശസ്തിക്കുമുള്ള വേദിയാക്കി മാറ്റുന്ന ഒരുത്തനെയും ഈശ്വരഭക്തൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിർണയിക്കാൻ സാധിക്കില്ല. ഈശ്വരഭക്തിയുള്ള ഒരാളും ഉത്തമനായ ഒരു ഭക്തനും മറ്റുള്ള സഹജീവികൾക്ക് ചെയ്യുന്ന സഹായം ഈശ്വര സമർപ്പണമായിട്ടേ വരും. ഈശ്വരന് കൊടുക്കുന്നത് നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന പോലെ അല്പത്തരം പേരാണ്. ഞാൻ ഭഗവാനൊരു അറനാഴി പായസം നടത്തി, ഞാൻ ഭഗവാനൊരു പുഷ്പാഞ്ജലി നടത്തിയെന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഭഗവാനൊരു കിരീടം കൊടുത്തു, ഞാൻ ഭഗവാനൊരു താമരപ്പൂ കൊടുത്തു, ഞാൻ ഭഗവതിക്ക് ഒരു ചിലമ്പ് കൊടുത്തു, ഞാൻ ഭഗവതിക്ക് ഒരു വാണ് കൊടുത്തു. എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഇതിൽ പരം വിഡിത്തം പറയാറുണ്ടോ? അതേ ഗ്രേഡ് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ. കാരണം ഭഗവാന്റെയും ഭഗവതിയുടെയും കണ്ണുനീരിലും ഇല്ലായ്മയിലും ചവിട്ടിയെന്നോട് നിനക്ക് മുതലെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തുണ്ട്, നീ കാഴ്ചാദ്രവ്യമായിട്ട് സമർപ്പിക്കണം. എന്നാൽ ഒരു സാധാരണക്കാരനോ ഇല്ലായ്മക്കാരനോ മുമ്പിൽ നീ എന്താ ചെയ്യുന്നത്? ദാനമായിട്ട്. രണ്ടും രണ്ടാണ് ചെയ്യുന്നത് എന്തെന്ന് പോലും അറിയാതെ അവനവൻ്റെ ബിസിനസ് വളർത്താനും അവനവൻ സൽപ്പേര് വളർത്താനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കുക, മറ്റൊരുത്തൻ്റെ കണ്ണുനീരിൽ, മറ്റൊരുത്തൻ്റെ ദാരിദ്ര്യാവസ്ഥ, മറ്റൊരുത്തൻ്റെ ഇല്ലായ്മ ഞാൻ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിനോ നേട്ടത്തിനോ വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന കർമ്മമാണോ?
ഈശ്വരന് ഇഷ്ടപ്പെടാത്ത കർമ്മമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈശ്വരൻ്റെ നിഘണ്ടുവിൽ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ റെഡ് മാർക്കിന് ഇടയാകുന്ന തരത്തിൽ എന്നെ ഈശ്വരൻ വിലയിരുത്തില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളുടെ സമീപത്തുള്ള സഹജീവികൾക്ക്, അതിപ്പം പക്ഷാഘാതം വന്ന് വീണ് പോയ ആളാണെങ്കിലും, ഇനി അതല്ല മാരകമായ മറ്റുള്ള ഏതെങ്കിലും രോഗങ്ങളുള്ളവരെങ്കിലും, അവരോടൊക്കെ നമ്മൾ കരുണ കാണിക്കുക, അവരെയൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ സഹായിക്കുക. സഹായിക്കുമ്പോൾ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടോ അവരെ കൊണ്ട് നമുക്ക് പേരെടുക്കാമെന്ന് പറയുന്ന തരത്തിലുള്ള ചിന്താഗതി ആവരുത്. അത്തരത്തിലുള്ള ചിന്താഗതി ആയാൽ അത് ഈശ്വര നിഷേധമാണ്, വേദനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരിക്കലും ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നല്ല അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളല്ല എന്ന് ഈശ്വര ഭക്തരായവരെങ്കിലും മനസ്സിലാക്കുക എന്ന് മാത്രമേ നമുക്കിതിലൂടെ ചുരുക്കി പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.